നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിലെ പങ്കാളികളാകുന്ന അതിഥി തൊഴിലാളികൾക്ക് ആത്മീയ കരുതൽ ഒരുക്കുകയാണ് മലപ്പുറം എടവണ്ണയിലെ ലജ്നാത്തുൽ ഇസ്ലാഹി മഹല്ല് കമ്മിറ്റി. അവിടെ തൊഴിലാളികൾക്ക് ഹിന്ദിയിൽ കുതുബ നിർവഹിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് ആ അതിഥി തൊഴിലാളികളും പറയുന്നത്. നോമ്പ് വെറും പട്ടിണിയല്ല, ആത്മീയ ഉണർവിന്റെയും പാപമോചനത്തിന്റെയും കാലമാണെന്ന സന്ദേശം ഖുതുബയിൽ ഉയർന്നു. സഹവർത്തിത്വത്തിന്റെയും മാനവികതയുടെയും ഒരു മാതൃക കൂടി. കുടുംബം പോറ്റാൻ ജന്മനാട് വിട്ട് കേരളത്തിൽ എത്തിയ അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിച്ച ഒരു സമൂഹം. ഏകദേശം 400ഓളം വീടുകൾ ഞങ്ങൾ എല്ലാവരും അറിയിച്ചിരുന്നു. ഷെഡുകളും ഫർണിച്ചർ ഷെഡുകളും അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും എല്ലാവരും പള്ളി നിറയെ ആൾക്കാർ ഇവിടെ പങ്കെടുത്തു. പള്ളിയുടെ ഇരുനിലകളും നിറഞ്ഞ വിശ്വാസികൾ പുറത്തേക്കും നിരന്ന കാഴ്ച. റിയൽ കേരള സ്റ്റോറിയിലേക്ക് ഒരു അധ്യായം കൂടി. സഹവർത്തിത്വത്തിന്റെയും മാനവികതയുടെയും ഒരു കേരള മോഡൽ. എടവണ്ണ ലജ്നാത്തുൽ ഇസ്ലാഹി മഹല്ല് കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. അതായത് നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിക്കുന്നവർ, അവർക്കും നോമ്പ് തുറക്കാനും ഒപ്പം തന്നെ അവർക്ക് ഹിന്ദിയിൽ കുത്തുബ വായിക്കാനും ഒരു സൗകര്യം ഒരുക്കണം എന്നൊരു തീരുമാനമെടുത്തു. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അവർക്ക് നടപ്പിലാക്കാൻ പറ്റി. അത് മഹല്ല് കമ്മിറ്റിയുടെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കാഴ്ച എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അവർ ഇത്തരത്തിൽ പൊരി വെയിലത്തും ഈ ചൂടുകാലത്തും ഒക്കെ ജോലി ഒക്കെ എടുത്ത് അത്തരത്തിൽ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരു തളർച്ച ഉണ്ടാകുന്ന ഈ ഘട്ടത്തിലാണ് റംസാൻ മാസം എത്തുന്നത്. അപ്പോൾ ഈ റമദാൻ കാലത്ത്, ഈ പുണ്യമാസത്തിൽ നമ്മളെല്ലാവരും ഇത്തരത്തിലൊരു ഐക്യത്തിൻ്റെ സന്ദേശം തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത.